മരുന്ന് കഴിച്ചില്ലേ? ഇല്ല സർ, വെള്ളം പോലും കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. ഞാനും മേഡവും ഒരുപാട് പറഞ്ഞു നോക്കി. സാറ് വലിയ വാശിയില്ല. മതി, മാറി നിൽക്ക്. അച്ഛാ, അച്ഛാ, മരുന്ന് സമയത്തിന് കഴിക്കണ്ടേ? എന്നാലല്ലേ അസുഖം ഭേദമാകൂ. ഒന്നും കഴിക്കാതെ ഇങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാ? അമ്മയ്ക്കത് വലിയ വിഷമാവൂ. ഇനി ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. കൃത്യസമയത്ത് മരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചാലല്ലേ വേഗം എഴുന്നേറ്റ് പഴയതുപോലെ നടക്കാൻ പറ്റൂ. ഈ കാര്യത്തില് അച്ഛൻ വാശി കാണിക്കരുത്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിഷമാണ്. അച്ഛന്റെ മകന്റെ നാടകം ഗംഭീരമാകുന്നുണ്ട്. കഴിക്കില്ല എന്ന് നല്ല ബോധ്യത്തോടെയാ ഇവനിതൊക്കെ പറയുന്നത്. എന്നെ ബോധിപ്പിക്കാൻ അച്ഛന്റെ മകന്റെ നാടകമാ. എനിക്ക് മനസ്സിലാവില്ലെന്ന ഇവന്റെ വിചാരം. ഇതവിടെ വരെ പോകും നോക്കാം. അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഗ്രേപ്പ് ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുടിക്കുന്നില്ല സർ. ഇങ്ങെടുത്തെ, ഞാൻ കൊടുക്കാം. അച്ഛാ, ജ്യൂസ് കുടിക്കണം കേട്ടോ. ഞാനല്ലേ തരുന്നേ. കുടിച്ചില്ലെങ്കിൽ എനിക്ക് വിഷമാവും. സർ, അച്ഛാ, ഇത് കുടിച്ചേ. വാ തുറന്നേ. ആ, വാ തുറക്കച്ചാ. മരുന്ന് കഴിക്കാനുള്ളതല്ലേ? പ്ലീസ് അച്ഛാ, ദാ ഇത് കുടിക്ക. എന്താ അച്ഛാ ഇങ്ങനെ? ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ? കൊള്ളാം. അച്ഛനും മോനും അഭിനയിച്ച് അരങ്ങ് തകർക്കുക. എങ്ങനൊക്കെ അഭിനയിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഇങ്ങോട്ട് കയറ്റുന്ന പ്രശ്നമില്ല. അച്ഛാ, കുറച്ച് കുടിച്ചാ മതി. കുറച്ച്. ഇനി എന്ത് ചെയ്യും സർ? എനിക്കെങ്ങനെ അറിയാം? തന്റെ ഡ്യൂട്ടി അല്ലേ അതൊക്കെ. മെഡിസിനും ആഹാരമൊക്കെ കൊടുക്കാനല്ലേ തന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നേ. എടുത്തു വെച്ചേക്ക്. അമ്മേ, എത്ര പറഞ്ഞിട്ടും അച്ഛൻ കഴിക്കുന്നില്ലല്ലോ. വെള്ളം പോലും കുടിക്കാതെ എങ്ങനെയാ? എന്തിനിങ്ങനെ വാശി പിടിക്കുന്നേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇങ്ങനെ പോയാൽ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. മോൻ വിഷമിക്കണ്ട, അച്ഛൻ കഴിച്ചോളും. ഇപ്പോൾ ഉള്ളിൽ എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടാവും. പറയാൻ പറ്റുന്നില്ലല്ലോ. കുറച്ച് കഴിയട്ടെ, മൂഡ് മാറും. അപ്പൊ കൊടുക്കാം. നീ ചെല്ല. അമ്മേ, അച്ഛനിങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവനെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? മരുന്ന് കഴിക്കാതായ അസുഖം എങ്ങനെ ഭേദമാവും? പ്രഭ, തന്റെ വാശി ഇവിടെ അവസാനിപ്പിക്കും ഞാൻ. താൻ ദേവിക വരുത്തും, വണ്ടി വിട്ടുകൊടുത്ത് വിളിപ്പിക്കും. ഞാൻ കാണിച്ചു തരാം. അച്ഛന്റെ മോന്റെയും പ്ലാൻ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ നടക്കാൻ പോകുന്നില്ല. സിദ്ധുവിനെ നോക്കാൻ ദേവിക ചന്ദ്രോത്തിന്റെ പടി ചവിട്ടില്ല, അതുറപ്പാ.
മേഡം. ആ ഗീത പേടിക്കണ്ട. ഇപ്പൊ ഒരു ചെറിയ വാശി കാണിക്കുന്നതാ. ദാഹിക്കുമ്പോ മാറും. അപ്പൊ കൊടുത്താ മതി.